അവസാനം കുറ്റസമ്മതം നടത്തി നമ്മുടെ ശ്രീ രവിചന്ദ്രൻ സാർ. നിരീശ്വരവാദികളുടെ ദൈവം ശ്രീ രവിചന്ദ്രൻ. ആരിഫിന് ആ തെറ്റ് പറ്റി. രവീന്ദ്രൻ സാറിന്റെ വാക്കുകൾ ഇടറുന്നത് നമുക്ക് കേൾക്കാം. അനർഘ നിർഗളമായി പ്രവഹിക്കുന്ന വലിയ അറിവുള്ള പണ്ഡിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിഗമനങ്ങളോടും അനുമാനങ്ങളോടും ഒക്കെ എതിർക്കുന്നു, എന്നാലും ഒരുപാട് അറിവുള്ള വ്യക്തിയാണ്. ഇങ്ങനെ വാക്കുകൾ ഷൂട്ട് ചെയ്യാൻ കഴിയുള്ള വ്യക്തിയാണ്. സംവാദ സദസ്സിലെ താരമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ സ്പീഡ് കുറയുന്നതും ഇടറുന്നതും കൂടെ കാണാം. ആലങ്കാരികമായിട്ടാണ് നമുക്ക് രവീന്ദ്രൻ സാറിന്റെ ആരിഫ് തേഞ്ഞൊട്ടിയ കോയ കോളിംഗിൽ ആദ്യമായിട്ടാണ് നിരീശ്വരവാദ രംഗത്തുനിന്ന് ഒരു പ്രമുഖന്റെ പ്രതികരണം. എവിടെ എടുക്കട്ടെ. ആദ്യത്തെ റിയാക്ഷൻ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ റിയാക്ഷൻ ഫേസ്ബുക്കിൽ കണ്ടു. പിന്നെ ഇസ്ലാമിക മതസാഹിത്യത്തിൽ ഉള്ള എന്നാൽ ഇസ്ലാമിക മതസാഹിത്യത്തിൽ ഉള്ള എന്നാൽ ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിലും അനുബന്ധ സദസ്സുകളിലും ഒക്കെ യാതൊരുവിധ എതിർപ്പോടും കൂടി ഇല്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത്. അത് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞതെന്നാണ്. ഖുറാനിലല്ല ഉള്ളത്, മദ്ഹബുകളിലാണ്. Doesn't make any difference. Of course it makes a difference. രവീന്ദ്രൻ സാറിന് അറിയാത്തൊന്നുമല്ല. പുള്ളി പൊതുവെ ഇതുപോലത്തെ ഫാക്ച്വൽ എറേഴ്സ് പറയാത്ത ആളാണ്. എനിക്ക് ചെങ്കിസ് ഖാന്റെ അബദ്ധം പറ്റിയിട്ടുണ്ട്, പുള്ളി അത് ഓണപ്പ് ചെയ്ത് അത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റീസ് ആണ്. നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ അഭിനന്ദിക്കണം. അതായത് കോർ പുസ്തകം പരിശുദ്ധ ഖുറാനാണ്. അതിന്റെ ഭാഷ്യങ്ങളും ഇന്റർപ്രിട്ടേഷനും മനുഷ്യ എഴുതിയ വ്യാഖ്യാനങ്ങളാണ് വേറെ. അല്ലെങ്കിൽ കോർ പുസ്തകം ബൈബിളാണ്. കോർ പുസ്തകം ഹിന്ദുക്കളുടെ ആണെങ്കിൽ ഭഗവത്ഗീതയാണ്, അല്ലെങ്കിൽ രാമായണമാണ്, വാൽമീകി രാമായണമാണ്. അതുകൊണ്ട് ബാക്കി വേറൊരാൾ രാമായണത്തിന് ഭാഷ എഴുതി എന്ന് പറഞ്ഞ് ആ ഭാഷ്യത്തിൽ എന്തെങ്കിലും ഒരു പിശക് വന്നാൽ അത് കോർ പുസ്തകത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ പ്രാമാണിക ഗ്രന്ഥത്തിന്റെ തെറ്റാന്ന് പറയാൻ കഴിയില്ല. അപ്പം പരിശുദ്ധ ഖുറാനും പരിശുദ്ധ ബൈബിളും പരിശുദ്ധമായ ഭഗവത്ഗീതയും പരിശുദ്ധമായ രാമായണവും ഇതൊക്കെ അതിൻ്റെതായ സാങ്ക്ടിറ്റി ഉണ്ട്. അല്ലെങ്കിൽ വേദങ്ങൾക്ക് ഉപനിഷത്തുകൾക്ക് സാങ്ക്ടിറ്റി ഉണ്ട്. ഇത് അറിയാതിട്ടൊന്നുമല്ല. പക്ഷെ പുള്ളിക്ക് എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കണമല്ലോ. സോഴ്സ് പറഞ്ഞത് തെറ്റിപ്പോയി. അത് മാത്രമല്ല അത് ഈ സോഴ്സ് പറഞ്ഞത് തെറ്റിപ്പോയി. അത് മാത്രമല്ല അത് ഈ സോഴ്സ് പറഞ്ഞത് തെറ്റിപ്പോയി. അത് മാത്രമല്ല അത് ഈ ആ സ്ക്വയറിൽ നടക്കുന്ന ചർച്ചകളൊക്കെ രസമാണ്. ആ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിയാണ്. സോഴ്സ് പറഞ്ഞത് തെറ്റിപ്പോയി. അത് മാത്രമല്ല അത് ഈ തെറ്റിപ്പോയി മാത്രമല്ല അടുത്ത കൂടെ നോക്കണേ. അത് ഭയങ്കര രസമാണ്. ആ സ്ക്വയറിൽ നടക്കുന്ന ചർച്ചകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ത്രട്ടനിങ് ആയിട്ട് അഗ്രസീവ് ആയിട്ടാണ് ഈ ഇസ്ലാമിസ്റ്റുകളോട് വരുന്നത്. അതായത് ആരിഫ് തോറ്റതിന് ന്യായീകരണം കണ്ടുപിടിക്കാണ്. ഇത് രവീന്ദ്രൻ സാർ ചെയ്യുന്നത്. രവീന്ദ്രൻ സാർ വലിയ അറിവൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ പുറകെ ഇരിക്കുന്ന പുസ്തകങ്ങൾ ഇവിടെ നിങ്ങൾ എഴുതിയതാണോ അല്ല വായിച്ചതാണോ? രവീന്ദ്രൻ സാറിന്റെ ഒരു തക്ക് ഡയലോഗ് ഉണ്ടായിരുന്നു, ഇല്ല ഇത് ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പോ അറിവുള്ളതാണ്. ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് 10-12 വർഷം നടത്തിയിട്ടുണ്ട്. ഞാൻ ഇവരുടെ എസൻസിന്റെ പരിപാടിക്ക് പോയിട്ടുണ്ട്. നിഗമനങ്ങളിലും ആശയങ്ങളിലും നിലപാടുകളിലും എതിരാണെങ്കിലും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ന്യായീകരണമായിട്ട് വരരുത്. ആരിഫ് ഹുസൈൻ അങ്ങോട്ട് പോയി തല്ലി മേടിച്ചിട്ട്, ആരിഫ് ഹുസൈൻ കേരളത്തിൽ നിന്ന് വന്ന എക്സ് മുസ്ലിം, ഞങ്ങൾ അങ്ങോട്ട് തർക്കിക്കാമെന്ന് പറഞ്ഞ് പോയതല്ലോ, അങ്ങോട്ട് പോയി തല്ലി മേടിച്ചതല്ലേ. അവിടെ വെച്ച് പല ക്രിസ്ത്യൻ അതേപോലെയുള്ളവർക്കൊക്കെ സാറിനെ എന്ത് പറയണമെന്നറിയില്ല. അതാണ് ഇല്ലെങ്കിൽ അനർഘ നിർഗളമായി പ്രവഹിക്കുന്നതാണ്. അതായത് ബാക്കിയുള്ളവരെ കൂട്ടുപിടിച്ച് മുസ്ലിങ്ങളെ മാത്രം കുറ്റം പറയണോ, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. വളരെ ത്രട്ടനിങ് ആയിട്ട് അഗ്രസീവ് ആയിട്ടാണ് ഈ ഇസ്ലാമിസ്റ്റുകളോട് വരുന്നത്, ശബ്ദം ഉയർത്തുന്നത്. അവിടെ വെച്ച് പല ക്രിസ്ത്യൻ അതേപോലെയുള്ളവർക്കൊക്കെ അവരെ ആക്രമിച്ചിട്ടുണ്ട്. എന്റെ വീഡിയോസ് ഒക്കെ കിടക്കും. ആരിഫ് ഹുസൈന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാൻ വരികയാണ്. സാറേ തോറ്റു എന്നുള്ളവർക്ക് സമ്മതിക്കണം. അതാണ് എന്റെ ഭംഗി. ഒരാള് സംസാരിക്കുന്നു, ചുറ്റും കൂടി ആളുകള് വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ടാണോ ഇന്റർനെറ്റ് ഇല്ലാതെ പോയത്? എന്റെ ഫോണിൽ ഇന്റർനെറ്റ് കിട്ടുന്നില്ല. ഇത് തന്നെയാണ് അനിൽകുമാർ അയ്യപ്പനും പറഞ്ഞത്. അതൊന്നും അല്ല സത്യം. നമ്മുടെ രവീന്ദ്രൻ സാറിന്റെ ശിഷ്യൻ അല്ലെങ്കിൽ രവീന്ദ്രൻ സാറിന്റെ ലൈനേജിൽ വരുന്ന ആളാണ്. കൊളീഗാണെന്ന് പറയാം, ഡിസൈപ്പിൾ എന്നതിനെക്കാട്ടി കൊളീഗാണെന്ന് പറയാം. ശ്രീ രവീന്ദ്രൻ സാറാണ് ആധുനിക കാലത്ത് നിരീശ്വരവാദത്തിന് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയത്. അങ്ങനെ തന്നെ പറയണം. കാര്യം നമ്മുടെ പഴയ രീതിയിലുള്ള വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് നിരീശ്വരവാദികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ ശ്രീ എഡമർഗ്, അദ്ദേഹത്തിന്റെ മകൻ സൽ എഡമർഗ്. പിന്നീട് കുറെ കാലം എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊരു സ്റ്റാഗ്നേഷൻ പോലെ വരികയുണ്ടായി. പിന്നെ ശ്രീ യു കലാനാഥൻ സാർ അടക്കമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ വളരെ പ്രസക്തമായ ഒരു ചിന്തയുണ്ട്. വിശ്വാസികളുടെ വികാരത്തെ മുറിപ്പെടുത്താനല്ല, വിചാരങ്ങളെ പിടിച്ചു കുലുക്കുകയാണ് യഥാർത്ഥത്തിൽ
ഇതുകൾ ചെയ്യേണ്ടത്. ഞാൻ യോജിക്കുന്ന നിലപാടാണ്. അങ്ങനെ തന്നെ വേണം. നമ്മൾ വിശ്വാസികൾ അന്ധവിശ്വാസത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട് എന്നും യുക്തിവാദികൾ വേണം. പക്ഷേ അവര് തേഞ്ഞൊട്ടി അത് സമ്മതിക്കണം. രവീന്ദ്രൻ സാറാണ് അതിനുശേഷം വളരെ സ്ട്രോങ് ആയ ഒരു റിച്ചാർഡ് ഡോക്കിൻസ് മോഡലിൽ കേരളത്തിലേക്ക് വന്നതും ഈ വേദികളെ പുളകം കൊണ്ടെങ്കിൽ രീതിയിൽ വളരെ ഫാക്ച്വലി ഹൈ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ സാർ അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞത് ശരിയായില്ല. ഒന്നുമില്ല. പിന്നെ ഒരാൾ സംസാരിക്കുന്നു, ചുറ്റും കൂടി ആളുകൾ വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നു. ആരോട്? ആരിഫിനോടാണ് പറയുന്നത്. ആരിഫിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വിശ്വാസധാരയെ 150 കോടി ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മതത്തെ പേപ്പട്ടി എന്ന് ചേർത്ത് വിളിക്കുന്ന ആരിഫിനോടും ആണ് പറയുന്നത്. അങ്ങോട്ട് വളമ്പക്കുന്ന ആരിഫിനോടാണ് പറയുന്നത്. ആരിഫിനെ കുറിച്ചാണ് പറയുന്നത്. ഡിബേറ്റ്. എന്നിട്ട് അവൻ ചോദിക്കും, നിങ്ങൾ BJP കാരനാണോ? നിങ്ങൾ ബേബി കില്ലറിനെ BJP കാരനാണെന്ന് ആരിഫ് സമ്മതിച്ചതാണ്. BJP കാരനാണെന്ന് ആരിഫ് സമ്മതിച്ചതാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനെയാണോ ഡിബേറ്റ്, സംവാദം എന്ന് പറയുന്നത്? സഹിക്കുന്നില്ല. മതവെറിയിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള മതവെറി ആരാ ചെയ്യുന്നതെന്ന് അറിയാമോ? ആരിഫ് ഹുസൈനാണ് ചെയ്യുന്നത്. അതായത് റേജ് ബൈറ്റിംഗ് ചെയ്ത് മതവെറി ഉണ്ടാക്കി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ അടക്കം അധിക്ഷേപം പറഞ്ഞ് മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച് റേജ് ബൈറ്റ് ചെയ്യുന്ന മതവെറി കാണിക്കുന്നത് ആരിഫ് ഹുസൈനാണ്. പക്ഷെ രവീന്ദ്രൻ സാർ ചെയ്യില്ല. രവീന്ദ്രൻ സാറാണ് ആദ്യമേ ഇങ്ങനെ പ്രകോപനത്തിന്റെ ഒരു ശൈലി കൊണ്ടുവന്നത്. എന്നാലും പുള്ളി അധിക്ഷേപങ്ങളിലേക്ക് ആരിഫ് ഹുസൈൻ പോകുന്ന പോലെ പോകാറില്ല. ഇപ്പൊ ലിയാഖത്ത് അലി പോകാറില്ല. ലിയാഖത്ത് അലി ഈക്വലി എക്സ് മുസ്ലിമാണ്. പക്ഷെ ലിയാഖത്ത് അലി ഒരു സെൻസും മെഷറും വെച്ചാണ് സംസാരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. അപ്പോ ആരിഫിന്റെ സ്റ്റൈല് ഏറ്റവും പ്രകോപനപരമാണ്. ആരിഫ് ആ രീതിയിൽ ഒരു മരുന്ന് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് സത്യം. ഈ അഗ്രഷൻ കൊണ്ട് ആളുകളെ, വിമർശകരെ എല്ലാം ആരിഫ് മഹാത്മാഗാന്ധി ആണല്ലോ. ആരിഫ് മഹാത്മാഗാന്ധി ആണല്ലോ. ശ്രമം പല രീതിയിൽ പലയിടങ്ങളിൽ നടക്കുന്നു തന്നെ ഉള്ളൂ. എന്തായാലും സംഗതിയൊക്കെ ഉള്ളതാണ്. ആരിഫ് ഹുസൈൻ പറഞ്ഞാലൊന്നും ഒരു തെറ്റുമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞതോ ഖുറാനിലില്ല. ഇനി അടുത്ത കൂടെ കേട്ടോണേ. സോഴ്സ് ഓക്കെ, ഖുറാനിലില്ല. ഖുറാനാണോ ഈ മതം റൺ ചെയ്യുന്ന തന്നെ ബേസിക്കലി ഖുറാനാണോ? പിന്നെന്താണ്? മുസ്ലിങ്ങൾ കാറ്റഗറിക്കലി പറയുന്നത് അവരുടെ അടിസ്ഥാന പ്രാമാണിക ഗ്രന്ഥം ഖുറാനാണെന്നാണ്. ക്രിസ്ത്യാനികൾ ബൈബിൾ ആണെന്നാണ്. നമ്മുടെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ഗ്രന്ഥമില്ല. സാറ് ഹിന്ദു ആയതുകൊണ്ടാണ് പറയണത്, ജനിച്ച ഇതിലെങ്കിലും. ഇപ്പം ക്രിസ്ത്യാനിയോ മുസ്ലിമോ അവരുടെ ഒരു കോർ ബേസിക്സ് ഉണ്ട്. സാറിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ മതി. പരാജിതനെ ന്യായീകരിക്കുന്നവന്റെ ബോഡി ലാംഗ്വേജ്. സംഗതിയൊക്കെ ഉള്ളതാണ്. ആരിഫ് ഹുസൈൻ പറഞ്ഞാലൊന്നും ഒരു തെറ്റുമില്ല. പറഞ്ഞ നേരത്തെ തെറ്റുണ്ടെന്ന് പറഞ്ഞാണ്. സോഴ്സ് തെറ്റായി കോട്ട് ചെയ്തു. സോഴ്സ് ഓക്കെ, ഖുറാനിലില്ല. സോഴ്സ് തെറ്റാന്ന് വീണ്ടും പറയാൻ പറ്റില്ല. സോഴ്സ് ഓക്കെ, ഖുറാനിലില്ല. ഖുറാനാണോ ഈ മതം റൺ ചെയ്യുന്ന തന്നെ ഖുറാനാണോ? സാറ് ഇടറുകയാണ്, പതറുകയാണ്. ഹദീസ് വെച്ച ഖുറാനും ഒട്ടും ഭേദമല്ല. അതിനകത്തും ഉണ്ട് എന്ന് തന്നെ ഇന്ന് പല ആളുകളും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതേ കാര്യം പറയുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാ പറയാത്ത സാർ? വേഴ്സ് പറയാത്ത സോഴ്സ് പറയാത്ത ആരിഫിനോട് എല്ലാരും മത്സരിച്ച് ചോദിക്കുന്നത്, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പറയുന്നത് സ്വന്തം കുട്ടികളെ, സ്വന്തം മകളെ കല്യാണം കഴിക്കാം എന്ന് ഖുറാനിൽ ഒരു വേഴ്സ് ഉണ്ടെന്നാണ്. ആ വേഴ്സ് ഏതെന്നാണ്? സാർ വീണ്ടും കള്ളം പറയുകയാണ്. പല ആളുകളും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതേ കാര്യം പറയുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമാക്കി ആര് വ്യക്തമാക്കി? എന്നാ ഏതാ വേഴ്സ്? എവിടെയാണ് പറയുന്നത്? ചുമ്മാ തള്ളല്ലേ, അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇസ്ലാമിസ്റ്റുകൾ ഇരവാദം, ഭീകരവാദം കണ്ടോ? സ്ഥിരം നമ്പറിലേക്ക് പോയി. ഇസ്ലാമിസ്റ്റ്, ഇരവാദം, ഭീകരവാദം ഒന്നുമല്ല സാറേ. ഞങ്ങൾ ഹിന്ദുക്കൾക്കും സന്തോഷമേ ആയുള്ളൂ. ആ രീതിയിൽ എല്ലാ മതങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന, എല്ലാ മതങ്ങളെയും ധ്വംസിക്കുന്ന, എല്ലാ മതങ്ങളോടും മതവെറി ഉണ്ടാക്കുന്ന, വിശ്വാസത്തെ പുച്ഛിക്കുന്ന ഒരാൾക്ക് തിരിച്ചടി കിട്ടിയത് ഭീകരവാദം അല്ല സാറേ. തോറ്റതിന്റെ നാണക്കേടാണ്. നുണ പറഞ്ഞത് ആരാ? ആരിഫ് ഹുസൈനാണ്. പച്ച കള്ളം പറഞ്ഞ് നിരീശ്വരവാദികൾ തോറ്റതാണ്. അല്ലെങ്കിൽ നടന്നത് അതേപോലെ വസ്തുതാപരമായ എന്തെങ്കിലും ഇസ്ലാമിസ്റ്റുകൾ they are totally incapable of telling even what I say a single piece of truth or fact. ആ കള്ളം പറഞ്ഞ് പിടിക്കപ്പെട്ടത് ആരിഫ് ഹുസൈനാണ്. മുമ്പ് ഇതേ കള്ളം പറഞ്ഞിട്ടുണ്ട്. ചാറ്റ് GPT ഇസ്ലാം ഏറ്റവും വയലന്റ് പദം പറഞ്ഞു. ഞാൻ പൊളിച്ചെടുക്കി കൊടുത്തിട്ടുണ്ട്. അത് ചാറ്റ് GPT വെച്ച് തന്നെ പൊളിച്ചെടുക്കി കൊടുത്തിട്ടുണ്ട്. അത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാ. ഇതേപോലെ ലിയാഖത്ത് വിവേകാനന്ദനെ മിസ്കോട്ട് ചെയ്തു, വേദി വെച്ച് പിടിച്ചു. അനിൽകുമാർ അയ്യപ്പൻ സുപ്രീം കോടതിയെ കുറിച്ച് കള്ളം പറഞ്ഞു, വേദിയിൽ വെച്ച് പിടിച്ചു. അതേപോലെ ആരിഫ് കള്ളം പറഞ്ഞ് അവിടെ പിടിച്ചതാ. മേൽ പടുത്തുയർത്തിരിക്കുന്ന സെറ്റപ്പ് അല്ല. എല്ലാ മതങ്ങളും തന്നെ. ഇസ്ലാം പർട്ടിക്കുലർ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദമാണ് ഇങ്ങനെ പച്ച കള്ളം പറയുന്നത്. ഈശ്വരവിശ്വാസികൾക്ക് പിന്നെയും ഒരു സെൻസ് ഓഫ് ട്രൂത്ത് ഉണ്ട്, ഓണസ്റ്റി ഉണ്ട്. പച്ച കള്ളം പറയുന്ന ആൾക്കാരെ പിടിച്ചതാണ്. ആ പിടിച്ചതിന്റെ ദേഷ്യമാണ്. അപ്പം
ആ നുണയുടെ തീവ്രതകൾ, വൈകാരികമായ തീവ്രത, അടിമത്തം അത് കൂടുതലായിരിക്കും. അതിന്റെ ഒരു ഇതായിട്ടായിരിക്കും അവർ എവിടെയെങ്കിലും ഏതെങ്കിലും ഡിബേറ്റിൽ പോയിട്ട് അവർക്ക് തെറ്റുപറ്റിയതായിട്ടോ അല്ലെങ്കിൽ അവര് സാറ് നേരത്തെ പറഞ്ഞ എന്താ അറിയോ, ആ സോഴ്സ് ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് തെറ്റ് സംഭവിക്കുന്നുണ്ട്, വീണ്ടും ഒന്നുകൂടെ സംഭവിക്കാൻ ഒരു മടി, തോറ്റതായിട്ടോ അവർ കരുതിയിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, പ്രചരിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മതവിശ്വാസി പറഞ്ഞു? രവീന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ടോ? രവീന്ദ്രൻ സാർ എത്രയോ ഡിബേറ്റിൽ പോയിന്റ് ഇല്ലാതെ നിന്നിട്ടുണ്ട്. രവീന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ടോ തോറ്റിട്ടുണ്ടെന്ന്? അതെന്താ പറയാത്തത്? രവീന്ദ്രൻ സാറ് പോയ ഡിബേറ്റിൽ ഇന്ന പോയിന്റ് സ്ട്രോങ് ആയിരുന്നു, ആ പോയിന്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടോ? ഞാനാണ് എന്റെ 10-30 ഡിബേറ്റുകളിൽ, അല്ലാതെ പബ്ലിക്കായിട്ട് ഡിബേറ്റുകളിൽ ഇന്നേ വരെ ഒരു ഡിബേറ്റിൽ ഞാൻ പച്ച തൊട്ടിട്ടില്ല. അക്കോർഡിംഗ് ടു ദിസ് റിലീജിയസ് എസ്റ്റിമേറ്റ്സ്. അപ്പൊ സാറ് ബാക്കി സാറിനോട് സംബന്ധിച്ച ആൾക്കാർ, ഞാൻ അടക്കമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ ജയിച്ചു എന്നാണോ സാറ് പറഞ്ഞത്? സാറിന്റെ കൂടെയുള്ളവർ സാറ് ജയിച്ചു എന്നല്ലേ, ഞങ്ങൾ ജയിച്ചു എന്നാണോ പറഞ്ഞത്? ഇങ്ങനെ ചൂണ്ടുമ്പോ 3 കൈ നമ്മുടെ മേളിലാണ്. അതേ വൈകാരികതയാണ് നിങ്ങളും കാണിക്കുന്നത്. അതേ വൈകാരികതയാണ്. നിരീശ്വരവാദം ഒരു മത തീവ്രതയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, അഭിപ്രായ തീവ്രതയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ തോന്നും. ഞാനുമായിട്ട് ഡിബേറ്റ് ചെയ്ത ഒരാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കൊരു പലപ്പോഴെ കുറിച്ചൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവും. പക്ഷെ അവരൊക്കെ വന്നത് ഞങ്ങൾ തേച്ചൊട്ടിച്ചു, വലിച്ചു കീറി, ഭിത്തിയിലൊട്ടിച്ചു. എല്ലാ ഡിബേറ്റും അല്ല, ആരിഫ് ഹുസൈൻ തേഞ്ഞു. പിന്നെ കുറെ വാക്കുകളൊക്കെ ഉണ്ട്, പുതിയ വാക്കുകൾ. ഞാനത് അത്ര സഭ്യം അല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതൊന്നും പുള്ളി ചെയ്യില്ല. അപ്പൊ ആരിഫ് ഹുസൈനാണ് ചിലപ്പോൾ ചെയ്തേനെ. അതിന്റെ റിപ്പീറ്റ് മാത്രമാണ് ആരിഫ് ഹുസൈൻ ചെയ്തത്. വളരെ നന്നായി, 100-ൽ 100 മാർക്ക്. ഞങ്ങൾക്കും അതേ അഭിപ്രായമാണ്. കണ്ടിന്യൂ, പ്ലീസ് കണ്ടിന്യൂ. ഇനി ഇതേപോലെ തേഞ്ഞൊട്ടണം, യാതൊരു സംശയവുമില്ല. കൂടുതൽ സ്ഥലങ്ങളിൽ പോയി തേഞ്ഞൊട്ടണം. എല്ലാ വിശ്വാസികളും, ഇത് മുസ്ലിങ്ങളുടെ മാത്രം വിജയമല്ല, ഹിന്ദുക്കളുടെ വിജയമാണ്, ക്രിസ്ത്യാനികളുടെ വിജയമാണ്, മുസ്ലിങ്ങളുടെ വിജയമാണ്, വിശ്വാസികളായ എല്ലാ മനുഷ്യരുടെയും വിജയമാണ്. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ ദയവായിട്ട് ഇത് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം. അതിന് യാതൊരു സംശയവുമില്ല. ഇതേപോലെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കള്ളം പറഞ്ഞ് വിശ്വാസികളെ നല്ല രീതിയിൽ വിമർശിക്കാം, അവരിൽ എക്സ്ട്രീമിസം ഉണ്ടാകാതിരിക്കാൻ വിമർശിക്കാം, അല്ലെങ്കിൽ അവരെ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതിൽ നിന്ന് വിമർശിക്കാം. പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചത് എന്നറിയാം. എന്തായാലും രവീന്ദ്രൻ സാറിന്റെ ന്യായീകരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആരിഫിന് അറ്റ്ലീസ്റ്റ് ആ തെറ്റുപറ്റി, ഏത് സോഴ്സ് കോട്ട് ചെയ്ത് തെറ്റുപറ്റി. പക്ഷെ പിന്നീട് പറഞ്ഞതെല്ലാം ന്യായീകരണ തെള്ളുകളായിരുന്നു. അത് രവീന്ദ്രൻ സാർ റിയലൈസ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. രവീന്ദ്രൻ സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആരിഫിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ഡിബേറ്റുകളിൽ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് കള്ളം പറയാതിരിക്കാനുള്ള ഗാന്ധിയൻ ദർശനം ഉണ്ടാകട്ടെ.